ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് ഇന്നു മുതൽ 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗം പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിലെ 5 യൂണിറ്റുകളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ 2 ചാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഹിന്ദിയിൽ യൂണിറ്റിന് ഇക്കായി എന്ന് പറയും. അപ്പോൾ ഇക്കായി ഏക്ക്, അതായത് യൂണിറ്റ് 1, അതിൽ 2 ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഒരു കവിതയും സെക്കൻഡ് ചാപ്റ്റർ ഒരു കഹാനിയും ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് പേഡ് എന്നാണ്. എഴുതിയത് സുശീൽ ശുക്ല, അദ്ദേഹം എഴുതിയ കവിത. സെക്കൻഡ് പാഠം ജൂലിയ ആർ ലൂണ, എഴുതിയത് നേഹ സിംഗ്, അവർ എഴുതിയ കഹാനി സ്റ്റോറിയാണ് രണ്ടാമത്തെ പാഠം. ആദ്യത്തെ പാഠം കവിതയും രണ്ടാമത്തെ പാഠം സ്റ്റോറിയും. എന്നിട്ട് ടെക്സ്റ്റ് ഇങ്ങോട്ടൊന്ന് നോക്കിയ മക്കളെ. ഒന്നാമത്തെ യൂണിറ്റ് എടുത്ത് ഇക്കായി ഏക്ക് 10 എന്ന ടൈറ്റിലാണ് തന്നിരിക്കുന്നത്. 10 എന്ന് വെച്ചാൽ ലീഫ് ഇല എന്നാണ്. ഇവിടെ നോക്കുക, വലിയൊരു വൃക്ഷമാണ് തന്നിരിക്കുന്നത്, അതായത് മരം. ആ മരത്തെ അടിസ്ഥാനമാക്കിയാണ് 1ഉം 2ഉം യൂണിറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. ഈ മരം എന്ന വാക്ക് ഉപയോഗിച്ച് ഒരു ടിപ്പണി തയ്യാറാക്കുക പേടിനെ കുറിച്ച്, അത് ചോദിക്കാം. അതിനോടൊപ്പം തന്നെ പോസ്റ്റർ ചോദിക്കാം പേടിനെ കുറിച്ച്, കേട്ടോ. എക്സാമിന് അത് രണ്ടും ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്, നമുക്ക് അറിയാമല്ലോ. അപ്പോൾ പാഠത്തിലേക്ക് കടന്നേ. പാഠം എടുക്കുക. പാഠത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചു. എന്താണ്? പേട്. പേടെന്ന് വെച്ചാൽ മരം. സുശീൽ ശുക്ല എഴുതിയ കവിത. അവിടെ തന്നെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. ഒന്നുകിൽ ചോദിക്കുന്നത് പാഠത്തിൻ്റെ പേര് എഴുതുക, അപ്പോൾ നമ്മൾ പേട് എന്നെഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ആ പേട് എന്ന കവിത എഴുതിയ കവി കോനെ, കവി ആരാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സുശീൽ ശുക്ല എന്നെഴുതി കൊടുക്കുക. അല്ലെങ്കിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നു, പേട് എന്നുള്ളത് ആ പാഠഭാഗം അതിൻ്റെ വിധ അല്ലെ പ്രോക്തി, അതായത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അപ്പോൾ എഴുതി കൊടുക്കണം കവിത. അപ്പോൾ അത് 3 പഠിച്ചു വയ്ക്കുക. പേട്, സുശീൽ ശുക്ല, കവിത എന്ന് പഠിച്ചു വയ്ക്കണം, കേട്ടോ. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ. പേട് തും, പേട് നഹീം തും ദർജി. പേട് എന്താ പറഞ്ഞു തന്നെ? മരം, വൃക്ഷം. തും നിങ്ങൾ. പേട് നഹീം തും ദർജി. ദർജി തയ്യൽക്കാരൻ, തുന്നൽക്കാരൻ എന്നൊക്കെ പറയും. പേട് തും പേട് നഹി, മരമേ നീ ഒരു മരം മാത്രമല്ല, അല്ലേ മരമല്ല, പിന്നെയോ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. എന്നിട്ട് നോക്കിയേ, പേട് തും പേട് നഹി, മരമേ നീ ഒരു മരം മാത്രമല്ല, തുന്നൽക്കാരൻ കൂടിയാണ്. തുമ്നെ കിത്തനെ സിലെ കോസലെ, നീ എന്ത് ചെയ്തിരിക്കുന്നു? കിത്തനെ എത്രയോ, സിലെ തുന്നുക, കോസല കിളിക്കൂടെ അല്ലെ പക്ഷിക്കൂടെ, നീ എത്രമാത്രം കിളിക്കൂടെ തുന്നിച്ചേർത്തിരിക്കുന്നു. എന്താ ചോദിച്ചേ? മരത്തോട് എന്താ ചോദിച്ചേ? നീ എത്രമാത്രം കോസലകൾ, കിളിക്കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ഹവായെ, നീ എത്രമാത്രം കാറ്റ്, അല്ലേ? ഹവ എന്ന് വെച്ചാൽ എന്തുവാ? കാറ്റ് തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തന എത്ര, സില തുന്നുക, ഹവ കാറ്റ്. അപ്പോൾ നീ എത്രമാത്രം കാറ്റ് തുന്നിച്ചേർത്തിരിക്കുന്നു. ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? എത്രമാത്രം കോസലകൾ, പക്ഷിക്കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. അടുത്ത വരിയിൽ എന്താ പറഞ്ഞേ? എത്രമാത്രം കാറ്റ് തുന്നിച്ചേർത്തിരിക്കുന്നു. അടുത്ത ലൈൻ നോക്കിയേ. ധൂബെ സിലി തോ ബിഖർ ഗയി, കദറൻ കദറൻ ഛായയെ. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ, ബിഖർ, ബിഖർന വിതറുക അല്ലെ ചിതറുക, കദറൻ കദറൻ കഷ്ണങ്ങൾ, പീസ് പീസായിട്ട് കഷ്ണങ്ങളായി, ഛായ നിഴലുകൾ, ഛായയെ നിഴലുകൾ. ധൂബ സിലി തോ ബിഖർ ഗയി, കദറൻ കദറൻ ഛായയെ. ധൂപ് വന്നാൽ ആര് വന്നു? സൂര്യൻ, അല്ലേ? അതാ കവി പറഞ്ഞ സൂര്യൻ ഉദിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? കീറി മുറിച്ച ഛായകൾ, നിഴലുകൾ ബിഖർഗയി ചിതറിപ്പോവുകയും ചെയ്തു. ഓക്കെ. സൂര്യൻ ഉദിച്ചപ്പോൾ കീറി മുറിച്ച നിഴലുകൾ ചിതറിപ്പോയി. നിഴലുകൾ കീറി മുറിച്ച നിഴലുകളാണ്, ഛായകളാണ്, കേട്ടോ. ബിഖർഗയി ചിതറിപ്പോയി. അടുത്ത ആ ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. പേട് തും പേട് നഹീം തും ദർജി, മരമേ നീ ഒരു മരം മാത്രമല്ല, ഒരു തുന്നൽക്കാരൻ കൂടി ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് സ്റ്റാൻസ. ഓക്കെ.
മിട്ടി സിൽക്കർ രംഗ് ബനായേ. മിട്ടി മണ്ണ്, സിൽന തുന്നുക, രംഗ് നിറം, ബനായെ നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ പറയും. നോക്കിയേ, മിട്ടി സിൽക്കർ മണ്ണ് തുന്നിച്ചേർത്ത്. എന്ത് ചെയ്യുന്നു? അറിയാം, മണ്ണ് അല്ലേ, സിൽക്കർ തുന്നിച്ചേർത്ത്. രംഗ് ബനായെ നിറങ്ങൾ ഉണ്ടായി. പാനി സിൽ ആകാശ്. പാനി എന്ന് വെച്ചാൽ എന്താ? ജലം. ജലം തുന്നിച്ചേർത്ത് ആകാശം ഉണ്ടായി. മണ്ണ് തുന്നിച്ചേർത്ത് നിറങ്ങൾ ഉണ്ടായി. വെള്ളം ചേർത്ത് ആകാശം ഉണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആകട്ടോ. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡ ദിയ തരാശ്. മണ്ണ്, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, രംഗ് നിറം, ഹവ കാറ്റ്, പാനി ജലം. ഇവയെല്ലാം ജോഡ യോജിച്ച് ചേർത്ത്, ദിയ തരാശ് ജോഡിനാന്ന് വെച്ചാൽ യോജിക്കുക, ചേർക്കുക എന്നൊക്കെയാണ്. തരാശ് രൂപപ്പെടുത്തുക, രൂപകൽപ്പന ചെയ്യുക, അങ്ങനെയാണ്. അപ്പം മിട്ടിയും രംഗും ഹവായും കാറ്റും ഇവയെല്ലാം ചേർത്ത് അല്ല യോജിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും വന്നു ആ ലൈൻ തന്നെ. പേട് തും പേട് നഹീം തും ദർജി. മരമേ, നീ ഒരു മരം മാത്രമല്ല, തയ്യൽക്കാരൻ കൂടിയാണ്. മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത സ്റ്റാൻസ നോക്കി. തുമ്നെ കിത്തനെ സിലെ കിനാരെ. കിനാര തീരം, ഓരം അല്ലെ അരികെ എന്നൊക്കെയാണ്. അപ്പം തുമ്നെ കിത്തനെ സിലെ കിനാരെ. നീ കിത്തന എത്രമാത്രം. ആരെയാണ്? സിലെ തീരങ്ങൾ. കിനാരെ എന്ന് വെച്ചാൽ തീരങ്ങൾ. അപ്പോൾ നീ എത്രമാത്രം തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. എന്താ ചോദിച്ചേ? നീ എത്രമാത്രം എന്താണ്? കിനാരകൾ, തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി സെമീനെ. കിത്തനി എത്രമാത്രം. സെമീൻ ഭൂമി, തറ എന്നൊക്കെ പറയും, മണ്ണേ ഭൂമി. കിത്തനി സിലി സെമീനെ എത്രമാത്രം ഭൂമിയെ തുന്നിച്ചേർത്തിരിക്കുന്നു. നീ എത്രമാത്രം തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു, എത്രമാത്രം ഭൂമിയെ ചേർത്തിരിക്കുന്നു അല്ലെ തുന്നിച്ചേർത്തിരിക്കുന്നു. നെക്സ്റ്റ് ലൈൻ. രംഗ് മഹക്ക് കി. മഹക്ക് എന്ന് വെച്ചാൽ മണം, സുഗന്ധം. മഹക്ക് കി ഹുയി സിലായി. ഇവിടെ നോക്കിയ രംഗ് മഹക്ക് കി ഹുയി സിലായി. നിറവും മഹക്ക് സുഗന്ധവും തുന്നിച്ചേർത്ത് പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ. എങ്ങനെയാണ്? നിറവും സുഗന്ധവുമാണ് പൂക്കൾ, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഫൂൽ സിലെ പസ്മീനെ. ആ പൂക്കൾ സിലെ പൂക്കൾ തുന്നിച്ചേർത്ത്. പസ്മീന വെച്ചാൽ മൃദുവായിട്ടുള്ള, മൃദുവായ കമ്പിളി വസ്ത്രം. എന്നൊക്കെ പൂക്കൾ തുന്നിച്ചേർത്ത് മൃദുവായ കമ്പിളി വസ്ത്രം, അതായത് നിറയെ പൂക്കൾ നിറഞ്ഞ കമ്പിളി വസ്ത്രം എന്നാണ് കവി കൊടുത്തിരിക്കുന്നത്. ഇവിടെ മനസ്സിലായി കാണൂ, അറിയാമല്ലോ. നെക്സ്റ്റ് എടുത്തോട്ടെ. നോക്കിയേ, ആ ലൈൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തു. പേട് തും പേട് നഹീം തും ദർജി. മരമേ, നീ ഒരു മരം മാത്രമല്ല, തയ്യൽക്കാരൻ കൂടിയാണ്. അടുത്ത സ്റ്റാൻസ ലാസ്റ്റ് നോക്കിയിരിക്കണേ. ആം മേം ആമ മാങ്ങ. ആമമേം ആം കെ സ്വാദ് സിലെ ഹേ. മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് എന്ന് വെച്ചാൽ രുചി, സിലെ തുന്നിച്ചേർത്തിരിക്കുന്നു. മാങ്ങയിൽ മാങ്ങയുടെ സ്വാദാണ് സിലെ തുന്നിച്ചേർത്തിരിക്കുന്നത്. അടുത്ത നോക്കി. ജാമുൻമേ ജാമുൻ കെ. ജാമുൻ എന്ന് വെച്ചാൽ ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തിൽ എന്തിൻ്റെയാ? ഞാവലിൻ്റെ സുഗന്ധം അല്ലെ സ്വാദേ, സുഗന്ധം സ്വാദേ തുന്നിച്ചേർത്തിരിക്കുന്നു. അപ്പം മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ഞാവൽപ്പഴത്തിൽ ഞാവലിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ബാഗുമേം ബാഗ് കെ സ്വാദ് സിലേഹേ. ബാഗ് തോട്ടം, തോട്ടത്തിൽ തോട്ടത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. രുചി, സ്വാദ് രുചി. അടുത്ത നോക്കി. വൻ കെ പേട് മേം വൻ കെ. വൻ കെ പേടെന്ന് വെച്ചാൽ കാട്ടുമരങ്ങളിൽ അല്ലേ. കാട്ടുമരങ്ങളിൽ വനത്തിൻ്റെ സ്വാദും തുന്നിച്ചേർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് തുന്നിച്ചേർത്ത് ഓർമ്മയുണ്ടാവുമല്ലോ. മാങ്ങയിൽ മാങ്ങയുടെ സ്വാദും, ഞാവൽപ്പഴത്തിൽ ഞാവലിൻ്റെ സ്വാദും, തോട്ടത്തിൽ തോട്ടത്തിൻ്റെ സ്വാദും, പിന്നെ അതാ വൻ കെ പേട്, അതായത് കാട്ടുമരങ്ങളിൽ
വനത്തിൻ്റെ സ്വാദുമാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്. പേട് തും പേട് നഹീൻ തും ദർജി. മരമേ, നീ ഒരു മരം മാത്രമല്ല, തയ്യൽക്കാരൻ കൂടിയാണ്, അല്ലെ തുന്നൽക്കാരൻ കൂടി ആണ്. ഇങ്ങനെയാണ് കവി ആ പോയം തന്നത് കേട്ടോ. ഇതിലെ ചില വേർഡുകളെ ഇത് ചോദിക്കാൻ അതിൻ്റെ അർത്ഥം സമാനാർത്ഥ ശബ്ദങ്ങളൊക്കെ വരാം കേട്ടോ. അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം കേട്ടോ. സംസാര, ദുനിയ, ലോകം, അങ്ങനെ കുറേ ഉണ്ട്. ഹവ, അതിൻ്റെയൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, 4 സൈഡ് ക്വസ്റ്റ്യന്, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഇപ്പുറത്തെ ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നെക്സ്റ്റ് ഡേയിലെ നമ്മൾ പഠിക്കും അടുത്ത ക്ലാസ്സുകളിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം.